നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളോട് ഇന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. മഹാഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഹാഭാരതത്തിലെ ഏറ്റവും കണ്ണിങ്ങായിട്ടുള്ള കഥാപാത്രം അത് കുന്തിദേവിയാണ്. മഹാഭാരതത്തിൽ പാഞ്ചാലി സ്വയംവരം നടക്കുമ്പോൾ പാഞ്ചാലി ഇഷ്ടപ്പെട്ടത് അർജുനനെ, സ്വയംവരത്തിൽ വരിച്ചത് അർജുനനെ. പക്ഷേ കുന്തിദേവിയുടെ ഗൃഹത്തിലെത്തുമ്പോൾ കുന്തിദേവി പറയും 5 പേരൂടെ പങ്കിട്ടെടുത്തു എന്ന്. 5 മക്കൾക്ക് ഇട്ട് പണി കൊടുത്തു, അതോടെ പാഞ്ചാലിക്ക് ഇട്ട് പണി കൊടുത്തു. അതായത് സ്വന്തം ചീത്തപ്പേര് മറയ്ക്കാൻ വേണ്ടിയാണ് കുന്തിദേവി പാഞ്ചാലിയെ 5 മക്കളുടെയും ഭാര്യയാക്കിയത്. യഥാർത്ഥത്തിൽ പാഞ്ചാലി സ്നേഹിച്ചത് അർജുനനെയാണ്. ഏറ്റവും ദുസ്സഹമായ ജീവിതമായിരിക്കും അവരുടേത്. ഒന്നാലോചിച്ച് നോക്കൂ, ആഗ്രഹിച്ച പുരുഷനോടൊപ്പം കഴിയാൻ നിർവാഹമില്ലാതെ ഭർത്തൃമാതാവിൻ്റെ വാക്ക് കേട്ടിട്ട് അവരുടെ ജീവിതം മുഴുവൻ അവർ ദുഃഖിക്കുകയാണ്. അർജുനൻ്റെ സ്നേഹം കിട്ടാനായിട്ട് ദാഹിക്കുന്ന ദ്രൗപദി നമുക്ക് കാണാൻ കഴിയും പല സന്ദർഭങ്ങളിലും. പക്ഷേ അർജുനനാണെങ്കിൽ അത്തരത്തിലൊരു വികാരം ദ്രൗപദിയോട് ഇല്ലതാനും. ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആയുധ പരീക്ഷ നടക്കുമ്പോൾ കർണൻ ആയുധ പരീക്ഷയിൽ പങ്കെടുക്കാനെത്തുന്നു. അതേ സമയത്ത് ഭീമസേനൻ ചോദിക്കും, നിൻ്റെ കുലം ഏതാണ്, നിൻ്റെ പിതാവാരാണ്, നിൻ്റെ വംശം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദുര്യോധനൻ ഒരു മാസ് ഡയലോഗ് അടിക്കും, ഹേ ഭീമസേന ഒന്നടങ്ങൂ, നിൻ്റെ കുലം ഏതാണ്, നിൻ്റെ വംശം ഏതാണ്, നിൻ്റെ ജാതി ഏതാണ് എന്ന് ആളുകൾ പലതും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് എന്ന്. അതായത് കുന്തിദേവിയുടെ ചീത്തപ്പേര് അവിടെ പരക്കെ വ്യാപിച്ചിട്ടുണ്ട് എന്ന ഒരു മാസ് ഡയലോഗ് അടിച്ചിട്ടാണ് ഭീമസേനനെ ദുര്യോധനൻ അടക്കി നിർത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ കർണൻ കളത്തിലിറങ്ങുന്നത്. ഇത് നിങ്ങൾക്ക് മഹാഭാരതം വായിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാഭാരതത്തിലെ കഥാപാത്രം ആരാണ്? കമൻറ്റ് ചെയ്യുക.